ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യം തേടി പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ കോടതിയിലുണ്ട്. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നിരപരാധിയാണെന്നും കള്ളക്കേസാണെന്നുമാണ് പ്രതിയുടെ വാദം. ജാമ്യാപേക്ഷ ഈ മാസം 4 പരിഗണിക്കും. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുകയാണ്. ഇക്ബാൽ, പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കാനും മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തതിൽ ജാമ്യം നേടി പുറത്തു വന്ന് പുഞ്ചരിക്കാനും കഴിയുന്ന സാഹചര്യം ഇവർക്കൊക്കെ ഉണ്ടാകുന്നതാണ് കഷ്ടം. മധു സജി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ദളിത് യുവതിയായിട്ടുള്ള ഒരു പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് താൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു പരാതി നൽകുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രശോഭ ജോലി വാഗ്ദാനം ചെയ്ത് തന്നെ പരിചയപ്പെടുന്നു. പിന്നീട് സൗഹൃദം നടിക്കുകയും തന്റെ താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി ബലമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ ദളിത് യുവതി മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതി. ആ പരാതിയെ തുടർന്ന് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് പ്രശോഭനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രശോഭ അതിനുശേഷം പിന്നീട് ഒളിവിൽ പോയതാണ്. പോലീസ് പ്രശോഭന് വേണ്ടി വ്യാപകമായി അന്വേഷണം നടത്തുകയായിരുന്നു. പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒളിവിൽ ഇരുന്നുകൊണ്ട് പ്രശോഭ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളത്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പ്രശോഭ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട്ടെ SC/ST പ്രത്യേക കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പാലക്കാട്ടെ ഒരു അഭിഭാഷകൻ മുഖേനയാണ് ഇപ്പോൾ പ്രശോഭ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ പ്രശോഭ കോടതിയെ അറിയിച്ചിട്ടുള്ളത് താൻ നിരപരാധിയാണ്, ഇത് കള്ളക്കേസാണ് എന്നുള്ള കാര്യമാണ്. മാത്രമല്ല തനിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ പ്രശോഭ ഈ പാലക്കാട്ടെ അഭിഭാഷകൻ മുഖേന ഈ മണ്ണാർക്കാട്ടെ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഈ പോലീസ് അന്വേഷണം പ്രശോഭനെ പിടികൂടാൻ വേണ്ടിയാണ്. അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഇതാ പ്രശോഭ ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മാസം 4-നായിരിക്കും പ്രശോഭ സമർപ്പിച്ചുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട്ടെ ഈ SC/ST പ്രത്യേക കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. നേരത്തെ ഈ പ്രശോഭനെതിരായിട്ടുള്ള പീഡന പരാതി പുറത്തു വന്ന സമയത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്താണ്. ഇത് പാലക്കാട്ടെ കോൺഗ്രസിന് വലിയ രീതിയിൽ തലവേദനയാണ്, പ്രതിസന്ധിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ നൽകിയത്. വലിയ തോതിൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പീഡനത്തിനിരയാക്കിയിട്ട് ഇനി ജാമ്യം കിട്ടുകയാണെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് കോടതിയിൽ പോയി പറയാൻ കഴിയുക ഒരു വലിയ പ്രിവിലേജാണ് ചില മനുഷ്യരുടേത്.